സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ ഒരുപാട് വ്യാപിച്ചു വരുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. അതായത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റൊരു ക്രിസ്തു, നമ്മൾ ഈശോ സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭ, ഈ സഭയ്ക്ക് വിരോധമായി ഒരു ക്രിസ്തു ഉയർന്നു വരുന്നു. ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, 2 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവും. അത് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു തരം വിശ്വാസത്യാഗം ഉണ്ടാവും. അപ്പോൾ നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന് ഈ അരാജകത്വത്തിന്റെ ഈ പുത്രൻ, അതായത് ഈ പൈശാചിക അരൂപി ആരാണെന്ന് ദാനിയേൽ പ്രവാചകരുടെ ഒരു വ്യക്തമായ പരിചയം താഴോട്ട് നമുക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പൊ നമുക്കറിയാം, പെന്തക്കോസ്ത് ഗാനങ്ങളിട്ട് പരിശുദ്ധാത്മ അഭിഷേകം എന്നറിയാം. നമ്മളെ ധ്യാന കേന്ദ്രങ്ങളിലും ഇത് ഇടുന്നുണ്ട് അവർ പരിശുദ്ധാത്മ അഭിഷേകം. അവർ അറിവില്ലാതെയാണ്, കാരണം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പൊ ഇതൊരു നമ്മളെ നമ്മൾ സഭയിൽ നിന്നും വേർതിരിഞ്ഞ് പോയവരാണെന്നും സഭാവിശ്വാസം തെറ്റാണെന്നും പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഈശോ തന്നെ പല അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് സഭയെ മുൻനിർത്തി കൊണ്ടുപോകുമ്പോൾ ഈ എതിരെ വരുന്ന ക്രിസ്തുവിനെ എതിർത്ത് നിൽക്കാതെ അതിനെ അംഗീകരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇന്ന് നമ്മുടെ പല ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഇപ്പം പെന്തക്കോസ്തുകാർ വന്ന് 10 വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 20 വചനം പറയുമ്പോൾ വചനം കൊണ്ട് മറുപടി കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ആത്മീയ ജീവിതങ്ങൾ ഒരുപാട് അധംപതിച്ചു പോകും. കാരണം ഈ പാപമോചനം ഇല്ലാതെ തിന്മയിൽ കഴിയുന്നവരെയാണ് ഈ അരൂപി, ഈ പൈശാചിക പെന്തക്കോസ്ത് അരൂപി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. കാരണം അവനെ ഇപ്പം നമുക്കറിയാം, അക്രൈസ്തവരായ ഒരുപാട് പേര് പെന്തക്കോസ്തിലോട്ട് വരുന്നുണ്ട്. ഈ അക്രൈസ്തവരായ ഒരു പെന്തക്കോസ്തിലോട്ട് വരുന്നതും അവരവരുടെ വിശ്വാസത്തിൽ ക്രിസ്തു അറിയാതെ ജീവിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. കാരണം അവർക്കവിടെ പാപമോചനം നൽകപ്പെടുന്നില്ല. അപ്പൊ അവർ വീണ്ടും വീണ്ടും അതേ അവസ്ഥയിൽ, കാരണം നിത്യനരകാഗ്നിയിൽ അവരെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് പിശാചിന്റെ ഒരു പദ്ധതി. അതിപ്പോ ആര് തന്നെയായാലും, ഞാനായാലും നിങ്ങളായാലും, പിശാചിന്റെ ഒരൊറ്റ എയിമേ ഒരു ആത്മാവിനെ നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കുക. അതിനുവേണ്ടി അവൻ ഏത് പരിപാടി ഒപ്പിക്കും. അതാണല്ലോ പൗലോസ് ശ്ലീഹ പറയണം, അവൻ പ്രഭാപൂർണനായ മാലാഖയുടെ വേഷം ധരിച്ചു വരും. അപ്പൊ അത് തിരിച്ചറിയാനുള്ളൊരു കൃപ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിശുദ്ധ പരിശുദ്ധ ഈശോ സ്ഥാപിച്ച സഭയിലായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈശോയാണ് സഭ സ്ഥാപിച്ചത്. പക്ഷെ ഈ സഭ, ഈശോ സ്ഥാപിച്ച സഭ പോലും തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ചില ഈശോയെക്കാളും വലിയ പ്രവാചകന്മാരിന്ന് ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് തിരിച്ചറിയാനുള്ള പക്വതയും പ്രാർത്ഥന കൊണ്ട് അതാണ് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, വെളിപാട് 12 പറയുന്നുണ്ട്, അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ആരുടെ മേൽ? പിശാചിന്റെ മേൽ. അപ്പൊ സ്വന്തം സാക്ഷ്യവും കുഞ്ഞാടിന്റെ രക്തവും കൊണ്ട് നമ്മൾ ഈ തിന്മയെ ജയിക്കണം എന്നാണ് വചനം പറയുന്നത്. നമുക്കറിയാം, വെളിപാട് 12:17 നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി ആരുടെ? പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. കാരണം ആദ്യം മുതലേ പരിശുദ്ധ അമ്മയോടാണ് ഇതിന് വെറുപ്പ്. കാരണം ശിഷ്യന്മാരോടും ഈശോയോട് വിജയിക്കാതെ വന്നപ്പോൾ സമുദ്രത്തിന്റെ മണത്തട്ടെ നിലയുറപ്പിച്ചുകൊണ്ട് ഈശോയുടെ മക്കളെ തിരക്കത് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് സഭയിലായിരിക്കുന്ന, കത്തോലിക്കയിലായിരിക്കുന്ന, അല്ലെ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈശോ പറഞ്ഞില്ലേ, യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അതോട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകനെന്ന് വരമേൽപ്പിച്ച ആ വിശ്വാസത്തിൽ നിൽക്കുന്നവരെ തകർക്കുക എന്നുള്ളതും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതുമാണ് പിശാചിന്റെ ഏകതന്ത്രം. കാരണം നമുക്ക് വ്യക്തിപരമായി അറിയാം, ഒരുപാട് ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിലൊക്കെ പോയി പെന്തക്കോസ്തുകാരുടെ കയ്യൊപ്പ് മേടിച്ചു വരുന്ന ഒരുപാട് വ്യക്തികൾ പരിശുദ്ധ അമ്മയെ നിരാകരിക്കുകയാണ്. പരിശുദ്ധ അമ്മ പറ്റില്ല, അതായത് ഇത് എങ്ങനെ പറഞ്ഞു തരണം. കാരണം അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റില്ല, പരിശുദ്ധ അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ പ്രകീർത്തനം ചൊല്ലാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവർ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സഭയുടെ ഐക്യത്തിലുള്ള പ്രാർത്ഥനകളൊന്നും അവർക്ക് ചൊല്ലാൻ പറ്റുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഈ ഡെലിവറൻസ് ഒക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ പറയും, ഇവർ ഈ ഉൽപ്പത്തി 3:15 പറയുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട പോലെ അങ്ങ് വീഴുകയാണെന്ന്. അതുവരെ അതായത് ഈ ഡെലിവറൻസ് കിട്ടുന്നത് വരെ പരിശുദ്ധ അമ്മയ്ക്ക് എതിരെ നിൽക്കുന്ന ആ ഒരു പെന്തക്കോസ്ത് സ്പിരിറ്റ് നമ്മുടെ ഉൽപ്പത്തി 3:15 വചനം കൊണ്ട് ബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതവും വിശ്വാസ പ്രമാണവും തുടർച്ചയായി ചൊല്ലി വരുമ്പോൾ അത് കിടന്ന് അലർന്ന കാണണേ.
എല്ലാവരും നിലവിട്ട്. അപ്പൊ ഒരു ദുഷ്ടാരൂപിയോട് ഇങ്ങനെ ചോദിച്ചേ എങ്ങനെയാണ് ഇവൻ പ്രവേശിച്ചതെന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് ആ മകൻ പെന്തക്കോസ്റ്റ് സ്പിരിറ്റുകൾക്കെതിരെ, അതായത് പെന്തക്കോസ്റ്റ് വിശ്വാസത്തിനെതിരെ ഒരു സമയത്ത് അവൻ പോരാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസരം കാത്തു നിന്നുകൊണ്ട് ഈ സ്പിരിറ്റ് അവൻ അറ്റാക്ക് ചെയ്തതാണ്. എന്നിട്ട് എന്ത് ഉദ്ദേശമാണ് അവനുള്ള, എന്തുകൊണ്ടാണ് ഈ മകനിൽ പ്രവേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ സ്പിരിറ്റ് പറയാണ്, അവനെ നിത്യനരകാഗ്നിയിൽ കൊണ്ടുപോകണം, നിത്യരക്ഷ കൊടുക്കാതെ, അതായത് കൂതാശകളില്ലാതെ. ഈശോ പറഞ്ഞില്ലേ, എന്റെ ശരീരം, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്, എന്റെ ശരീരം എന്റെ യഥാർത്ഥ ഭക്ഷണമാണ്. നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. എന്താ ജീവനില്ലാത്ത ഒരു അരൂപിയാണത്. അതാണ് 33:15 പറഞ്ഞപ്പോൾ അത് ആ സ്പിരിറ്റ് വിട്ടുപോയത്. ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പം ആ വ്യക്തി എഴുന്നേൽക്കുമ്പോൾ പുതും മനുഷ്യനായിട്ട് എഴുന്നേറ്റ് വരികയാണ്. പിന്നെ ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ ഒരു തോട്ടില്ല, എന്ത് മാറ്റം, കംപ്ലീറ്റ്ലി അങ്ങ് ആള് മാറുകയാണെന്ന്. ഇത് വേറെ എന്തെങ്കിലും ആയി തോന്നുന്ന പറയല്ല, കണ്ണുകൾ കൊണ്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. സഭയുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് വചനം പറയുമ്പോൾ ഈ സ്പിരിറ്റ് അങ്ങ് ഇളകി മറിഞ്ഞു പോവുകയാണ്. പിന്നെ അവൻ പുതിയൊരു സൃഷ്ടിയെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനിലോട്ട് പ്രവേശിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയായണ്ട ഇത്രയും ആധികാരികതയിൽ ഇത്രയും അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്. തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. സാക്ഷ്യങ്ങളാണല്ലോ, അതാണ് സ്വന്തം സാക്ഷ്യം കൊണ്ട് നമ്മൾ അതിന്റെ മേൽ വിജയം നേടുന്നു എന്ന് പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സ്പിരിറ്റ് പോലെ, പ്രത്യേകിച്ച് 33:15 പറയുമ്പോൾ. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് വചനങ്ങൾ പറഞ്ഞ് അനക്കമില്ല. 33:15 പറഞ്ഞ ഒട്ടനങ്ങ് വീഴുകയാണെന്നേ, വേറെ ബന്ധിക്കുന്നോ ബഹിഷ്കരിക്കുന്നോ ഒന്നും പറയുന്ന സാഹചര്യം ഇല്ല. 33:15 ആ വചനം കേട്ടപ്പോൾ തന്നെ അതങ്ങ് വീണു. അഭിഷേകമുള്ള ഒരു വ്യക്തി സഭയിൽ നിന്നുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ഇതൊക്കെ പോയേ പറ്റുള്ളൂ, നിൽക്കാൻ പറ്റില്ല. അതായത് ശരിയായ വിശ്വാസം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ കഷ്ടമെന്ന് പറയില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയോടും ബലിയോടും ചേർന്ന് ജീവിക്കാൻ പരിശ്രമിക്കുക. അതിനെതിരെ വരുന്ന വിശ്വാസങ്ങളെ എതിർത്ത് നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ഈശോയാണ് സ്ഥാപിച്ച സഭ, അല്ല മനുഷ്യരായ പൗലോസ്ലീഹായോ പത്രോസ്ലീഹായോ യോഹന്നാസ്ലീഹായോ സ്ഥാപിച്ചതല്ല. കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ച സഭയാണ്. ഈശോ മിശിഹാനെ പോലും, അതാണ് മഹത്വപൂർണനായ മാല, അതായത് ദാനിയേൽ വളരെ വ്യക്തമായിട്ട്, അതായത് എന്തെങ്കിലും ആയി തോന്നിയത് പറയല്ലോ. ദാനിയേൽ അതായത് വിശുദ്ധ മന്ദിരം ഇങ്ങനെ ദാനിയേൽ 8 പറയുന്നുണ്ട്, ആകാശ സൈന്യത്തിന്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു, അവിടത്തെ ഇതിന് ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപനിമിത്തം അവന്റെ പിടിയിൽ അമർന്നാ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ജനം തന്റെ പാപനിമിത്തമാണ് ഈ പൈശാചിക അരൂപിയുടെ പിടിയിൽ അമരുന്നത്. അപ്പൊ ഇത് നിരന്തരം ബലി നിർത്തലാക്കപ്പെടും, വിശുദ്ധ കുർബാന നിർത്തലാക്കപ്പെടും. ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ അവരെ ബന്ധക്കോസ്തുകാർ വിശുദ്ധ കുർബാന ഇല്ല എന്നും പറയാണ്. ഈ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കും. സഭയിലായിരിക്കുന്ന വിശ്വാസങ്ങളെ എതിർക്കും, വിശുദ്ധരെ എതിർക്കും, എല്ലാത്തിനെയും അവ എതിർക്കും. അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. കണ്ടോ, സഭയെ എതിർക്കും, മഹത്വപൂർണമായ കർത്താവ് ഈശോ മിശിഹായ്ക്ക് എല്ലാത്തെയും എതിർത്ത് അവയ്ക്ക് പകരം തന്നെ പ്രതിഷ്ഠിക്കും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, കണ്ടോ, യേശു ക്രിസ്തുവാണ് ദൈവം, പക്ഷെ അവൻ ഇങ്ങനെയുള്ള മനുഷ്യരെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ സ്പിരിറ്റ് ചെയ്യുന്നതാണ് താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക. അതാണ് നമുക്കിന്ന് കാണുന്നത്. ഈശോ മിശിഹ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നത്. അപ്പൊ വചനങ്ങൾ പറയുന്നത്, കർത്താവിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ കുറിച്ച് അടയാളങ്ങൾ കുറിച്ച് വചനം പറയുന്ന ഈശോ, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അത് താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇതിൽ കൂടെ തെളിവിന് നമുക്ക് എന്തെങ്കിലും വേണോ? നമുക്കറിയാം, ചില പ്രമുഖരായ ധ്യാന ഗുരുക്കന്മാർ പോലും എതിർ ക്രിസ്തു എന്നത് ആണ്, ഡിജിറ്റൽ യുഗമാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. കാരണം ഇതിനിടയിലെല്ലാം ഒളിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപി നമ്മൾ തിരിച്ചറിയണം. ഇത് ഓക്കെ, അതൊക്കെ എല്ലാം നമുക്ക് നമുക്കിപ്പോ മൊബൈൽ ഫോൺ എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി മാറ്റും. പക്ഷെ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു ക്രിസ്തു, അതായത് ദൈവമെന്ന് വിളിക്കപ്പെടുന്ന കർത്താവ് ഈശോ മിശിഹായുടെ സ്ഥാനത്ത് ഉയർന്നു വരുന്ന മറ്റു വിശ്വാസങ്ങളെ എതിർത്ത് നിർത്തുക എന്നുള്ളതാണ്. അവിടെയാണ് അന്ത്യക്രിസ്തുവിന്റെ പ്രവർത്തനം നടക്കുന്നത്. എതിർ ക്രിസ്തു, ക്രിസ്തുവിനെതിരെ വരുന്ന മറ്റൊരു ക്രിസ്തു, അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതാണ് വചനം പറയുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ മുന്നേറുക എന്ന് മാത്രമേ
എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.